അസ്സലാമലൈക്കും. എന്താണ് എല്ലാരും വിശേഷം? എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് തയ്യാറാക്കാൻ പോണത് എന്താണെന്നറിയോ? നല്ല അടിപൊളി മട്ടൻ കടായിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കി അതേപോലെ ചെയ്യുക. ഇതേപോലെ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റുള്ള നല്ല സ്വാദിഷ്ടമായ മട്ടൻ കടായി നിങ്ങൾക്കും തയ്യാറാക്കാം. അപ്പൊ അതിന് 1 കിലോ മട്ടനാണ് എടുത്ത് ഞാൻ മുറിച്ച് കഴുകി വാര വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അരച്ചിട്ടുള്ള മട്ടൻ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് എടുത്ത് വെച്ചെന്നുള്ള പകുതി തൈര് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതിൽ ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി കുക്കർ അടച്ച് വെച്ച് ഒരു 5 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. അപ്പം അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് ഉരുളിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഏതായാലും കുഴപ്പമില്ലേ. ഇനി ആ ഉരുളിക്ക് പാകത്തിന് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് സവോളയും പിന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതിൻ്റെ പേസ്റ്റും ഇഞ്ചി ചെറുതായി നീളത്തിൽ അരിഞ്ഞതും മല്ലിയില, പുതിന ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് പച്ചമണം മാറുന്ന മാത്രം ഇളക്കി കൊടുത്താൽ മതി. ഇത് ചെറിയ തീയിൽ വെക്കണം നിങ്ങൾ ഇട്ടാ. ചെറിയ തീയിൽ വെച്ചാൽ ഇത് അധികം അങ്ങനെ റോസ്റ്റ് ആവുമൊന്നും വേണ്ട. ഇനി അതിലേക്ക് മുളകും പൊടിയും മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും അതും പിന്നെ കസ്തൂരിമേത്തി, ഗരം മസാല അതിൻ്റെയൊക്കെ പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ മല്ലിയിലും പുതിനയും കറിവേപ്പിലൊന്നും ഇടാൻ മറക്കല്ലേ. അപ്പം എല്ലാതും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ നല്ല എന്നിട്ട് നമുക്ക് അപ്പോഴേക്കും വെന്തിട്ട് കിടക്കണ നമ്മളെ കുക്കറിൽ റെഡി ആയിട്ട് കിടക്കണുണ്ടല്ലോ മട്ടന്, അത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് മൂടി വെക്കാം. അപ്പോഴേക്ക് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണേ, മറക്കരുതേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ മട്ടന് വെന്തതൊക്കെ നമ്മൾ ഒഴിച്ച് നല്ല ഇളക്കി കൊടുത്തിട്ട് ഏകദേശം നല്ല മട്ടനൊക്കെ നല്ല വെന്ത് ഈ മസാല ഒക്കെ നല്ലോണം പിടിച്ചു. ഇനി ബാക്കി തൈരും കൂടെ ചേർക്കണം. അപ്പം അങ്ങനെ തൈരും കൂടെ ഒക്കെ ചേർത്തിട്ട് ഇനി ഒരു 10 മിനിറ്റ് മീഡിയം സൈസ് തീയിൽ വെക്കണം. ഇതുവരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇനി മീഡിയം സൈസ് തീയിൽ. അപ്പോൾ കണ്ടില്ലേ, ആ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം എല്ലാ വെള്ളവും വറ്റി നല്ലൊരു ഗ്രവി ആയിട്ടുള്ള ഒരു കറിയായിട്ടത് മട്ടൻ കടായി. അപ്പം ഇനി അതിൻ്റെ മേലെ മല്ലിയിലയും പുതിനയും പച്ചമുളകും എല്ലാതും ചേർത്ത് കസ്തൂരിമേത്തിയും അതും കുരുമുളകിൻ്റെ പൊടിയും അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ഒരു സ്മോളായിട്ടുള്ള ചെറിയ തീയിലത് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. അപ്പം നമ്മളെ മട്ടൻ കടായി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കാൻ മറക്കരുതേ. എല്ലാവരും ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് അറിയിക്കുക. ഇതിൻ്റെ കൂടെ ഞങ്ങൾ നെയ്ച്ചോറാണ് തയ്യാറാക്കിയത്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് ഇട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ചപ്പാത്തിയും പൊറാട്ട ഒക്കെ കഴിക്കാം.